ഈ വിഷയത്തിന് കാരണമായിട്ടുള്ള ഈ ജനസംഖ്യാ വിഷയത്തിൽ ഒരല്പം ഒരു തെളിവോടുകൂടെ കാര്യങ്ങൾ സമർപ്പിക്കുകയാണ്. അതായത് ആദ്യമേ തന്നെ നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ, അതായത് അച്ഛൻ ഒരു കാര്യം കോട്ട് ചെയ്തായിരുന്നു, ഒരു പാഴ്സി സിൻഡ്രോം എന്നൊരു കാര്യം നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ വന്നതായിട്ട് കോട്ട് ചെയ്തായിരുന്നു. ഒരു കേസ് സെക്രട്ടറി റിപ്പോർട്ട് ഉണ്ടെന്നൊരു അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആ റിപ്പോർട്ട് തന്നെ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങിയാണ്. ആ റിപ്പോർട്ട് 2001 നവംബറിൽ ഇറങ്ങിയതാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ആ ഒരു റിപ്പോർട്ട്, കേസ് സെക്രട്ടറി പുറത്തിറക്കിയ റിപ്പോർട്ട് 2001 നവംബർ മാസം ഇറങ്ങിയത്. അതായത് ഇന്നേക്ക് 21 വർഷം മുൻപായിട്ട് ഇറങ്ങിയ ഈ റിപ്പോർട്ടിൽ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആ റിപ്പോർട്ടിന്റെ തലക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിറിയൻ ക്രിസ്ത്യൻസ് ഓഫ് കേരള ഡെമോഗ്രാഫിക് ആൻഡ് സോഷ്യോ എക്കണോമിക് ട്രാൻസിഷൻ ഇൻ ദ 20th സെഞ്ചുറി എന്നാണ് ആ റിപ്പോർട്ട് തന്നെ. ആ റിപ്പോർട്ടിനകത്തെ ആ പ്രസ്തുത വാക്യങ്ങൾ ഞാനിത് വായിക്കുകയാണ്. The rate of growth of the Christian population was higher than that of the non-Christian population in every decade until about 1961. അതായത് 1961 മുൻപായിട്ട് എല്ലാ പതിറ്റാണ്ടുകളിലും കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യാ നിരക്ക് അല്ലെങ്കിൽ ജനനിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനസംഖ്യാ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സമുദായങ്ങളെക്കാളും ഉന്നതിയിലായിരുന്നു. ബട്ട് ആഫ്റ്റർ 1971 the Christian grow at a rate lower than the average for other communities. മറ്റ് കമ്മ്യൂണിറ്റിയുടെ ആവറേജിനേക്കാളും താന്നു പോയി 1971 ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശേഷം പറയുകയാണ്, there is a very strong possibility that the Syrian Christian community would enter the ZPG, zero population growth, or NPG, negative population growth, within a matter of a decade or two. With very low fertility and inbreeding habits, the Syrian Christians could experience the Parsi syndrome. വ്യക്തമായി അദ്ദേഹം പറയുവാണ്, 21 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു വെക്കുവാണ്, സീറോ പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഡെക്കേഡ് അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് അല്ലെങ്കിൽ 2 പതിറ്റാണ്ടിനുള്ളിൽ തന്നെ ഈ സമുദായം നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് 21 വർഷം മുമ്പ് അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുള്ളതാണ് അതിനകത്തെ ഒരു വസ്തുത. ഇവിടെ നമ്മുടെ സഭയോ സമുദായം അല്ലെങ്കിൽ നമ്മുടെ സഭാ നേതാക്കളോ അല്ലെങ്കിൽ അൽമായ സമൂഹമോ ഈ കാര്യം ശ്രദ്ധിച്ചില്ല. ഒന്നും കൂസാക്കാതെ പോയതിന് അനന്തരഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുള്ളതാണ്. അതായത് അച്ഛൻ നേരത്തെ സെൻസസ് റിപ്പോർട്ടിന്റെ കാര്യം കൂടെ പറഞ്ഞു. അതും കൂടെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ട് ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം. സെൻസസ് പ്രകാരം 2011 സെൻസസിലെ ഇന്ത്യയിലെ തന്നെ സെൻസസിൽ 2011 സെൻസസിൽ ഇന്ത്യൻ ജനസംഖ്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ജനസംഖ്യാ നിരക്ക് വെറും 2.3%. 1952 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റ് ആ ഒരു കണക്കെടുപ്പിൽ 1952 നടത്തിയ ഒരു കണക്കെടുപ്പിന്റെ അകത്തും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നമ്മുടെ ഇന്ത്യ ഒട്ടാകെയുള്ള പോപ്പുലേഷൻ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.3 തന്നെയാണ്. അതായത് 1952 2011 ഇന്ത്യയിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ നിരക്ക് 2.3% തന്നെയാണ്. നമുക്കൊരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. ഇനി 2011 കേരളത്തിലെ ജനസംഖ്യയിൽ നമ്മൾ വെറും 61,41,269 പേരായിട്ടാണ് കണക്ക് കാണിക്കുന്നത്. സെൻസസ് റിപ്പോർട്ട് പ്രകാരം 18.38% ഉള്ളൂ. ഇന്ന് നമ്മുടെ ജനസംഖ്യാ നിരക്ക് വളരെ കുത്തനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അതിനകത്ത് മറ്റൊരു വസ്തുത നമുക്ക് കാണാൻ സാധിക്കും. 2001 സെൻസസ് റിപ്പോർട്ടും 2011 സെൻസസ് റിപ്പോർട്ടും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തണം. ആ താരതമ്യപ്പെടുത്തുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്. 2001 കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,57,427 പേരായിരുന്നു. എന്നാൽ 2011 ആയപ്പം 61,41,269 പേരായിട്ട് ഉയർന്നു. അതായത് ആകെയുള്ള വർധനവ് വെറും 83,842 പേരുടെ വർധനവാണ് 10 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ ക്രിസ്ത്യൻ വർധനവ്. അതേസമയം നമ്മുടെ മറ്റൊരു ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിന്റെ കണക്കിതാണ്. 2001 78,63,842 പേര് ഉണ്ടായിരുന്ന മുസ്ലിം സമുദായം 2011 സെൻസസ് പ്രകാരം 88,73,472 ആയിട്ട് വളർന്നു. അതായത് 10 വർഷം കൊണ്ട് മുസ്ലിം സമുദായം 10,09,630 പേരായിട്ട് വർദ്ധിച്ചപ്പോൾ ക്രൈസ്തവ സമുദായം വെറും 83,842 പേരായിട്ടാണ് വർധനവ് രേഖപ്പെടുത്തിയത്. ഇനി മറ്റൊരു കണക്കിലേക്ക് ഞാൻ വരികയാണ്. അതായത് നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ ജനസംഖ്യയുടെ ഒരു പ്രധാന ഇന്നത്തെ ഗ്രോത്ത് എങ്ങനെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ജനന നിരക്ക്. കേരളത്തിലെ ജനനിരക്ക് നിലവില്
2020 അവസാനമായിട്ട് ഇറങ്ങിയ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റ്സ് റിപ്പോർട്ട്, കേരള സർക്കാരിന്റെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്ന റിപ്പോർട്ടാണിത്. ആ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ജനന നിരക്ക് വെറും 13.93%. അതായത് 2020 കേരളത്തിൽ ആകെ ജനിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ കുട്ടികൾ 62,265 പേരാണ്. അതേസമയം നമ്മുടെ മറ്റൊരു ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിൽ 2020 ജനിച്ചിരിക്കുന്ന കുട്ടികൾ 1,96,138 പേരാണ്. അതായത് ഏകദേശം 43.89% അവിടെ ഉണ്ടായിരിക്കുന്ന ജനന നിരക്കും. അതായത് മുൻ വർഷത്തെ ഈ ജനന നിരക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്കൊന്ന് പറയാം. ഇപ്പോൾ ഈ 2020 13%, ഫെർട്ടിലിറ്റി റേറ്റ് 13%. മുൻപത്തെ ഒരു കണക്ക് എന്തായിരുന്നു? 2020 13.9% കേരളത്തിലെ ക്രൈസ്തവ ജനന നിരക്ക്. 2019 14.29%, 2018 14.3%, 2017 14.96%, 2016 15.3%, 2015 15.4%, 2014 15.6%, 2013 15.78%. അതായത് 15% നമ്മൾ 14 കുറഞ്ഞു. അതിനുശേഷം 2020 എത്തിയപ്പോൾ 13.9% നമ്മൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അത് തീവ്രമായിട്ടാണ് നമ്മൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു പോപ്പുലേഷൻ ഇത് എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനന നിരക്കിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു 13% നമ്മുടെ 2020 ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരമുള്ള ജനന നിരക്ക്. അതേസമയം മരണനിരക്ക് നമ്മുടെ 20% അടുത്താണ്. കേരളത്തിലെ 2020 മരിച്ച ആളുകളുടെ എണ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് മൊത്തം മരിച്ച ആളുകൾ ഏകദേശം 50,337 പേര് മരിച്ചപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് മരിച്ചിരിക്കുന്നത് 48,815 പേരാണ്. അത് ഏകദേശം മരണനിരക്ക് ഒരേ റേറ്റിലാണ് പോകുന്നത്. 20% അടുത്തായിട്ടാണ് നമ്മുടെ മരണനിരക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ മരണനിരക്ക് 20% അടുത്തായിട്ടാണ്. പക്ഷെ ജനനിരക്ക് അവരത് 43.89%. നമ്മുടെ മരണനിരക്ക് 20%. അതേസമയം ജനനിരക്കാണെങ്കിൽ 13.93%. വളരെ ഭയം ജനിപ്പിക്കുന്ന കണക്കാണ്. ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് സൂചിപ്പിക്കണം. അതായത് ഇതിന്റെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാനിന്ന് ശ്രദ്ധയപ്പെടുത്തുകയാണ്. അതായത് ഈ റിപ്പോർട്ട് ആനുവൽ വൈറ്റ് സ്റ്റാറ്റ്സ് റിപ്പോർട്ടിനകത്ത് തന്നെ മറ്റൊരു കണക്കുണ്ട്. അതായത് കണക്ക് ഇപ്രകാരമാണ്: ഈ കുട്ടികൾ ജനിക്കുന്ന സമയത്തെ അമ്മമാരുടെ പ്രായം തിരിച്ച് ഉണ്ടായ കുട്ടികളുടെ എണ്ണം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൽ പ്രകാരം അതായത് മെഡിക്കൽ ഒരു ശാസ്ത്ര മേഖലയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 25 വയസ്സിന് മുൻപാണ് ഒരു പെൺകുട്ടി ആദ്യ ഗർഭധാരണം നടത്താനുള്ള അനുയോജ്യമായ പ്രായം എന്ന് പറയുന്നുണ്ട്. ആ ഒരു കണക്ക് പ്രകാരം അതിനെ ശരിവെക്കുന്നതാണ് നമ്മുടെ ഈ നോർമൽ ഡെലിവറി റേറ്റും സിസേറിയൻ ഡെലിവറി റേറ്റിന്റെയും ആ ഏജ് കണക്ക്. അത് രണ്ടും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്ത്യൻ സമുദായം എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്, എങ്ങനെയാണ് നമ്മുടെ പോക്ക് എന്നുള്ളത് ഞാൻ ശ്രദ്ധപ്പെടുത്തുകയാണ്. അതായത് 2020 25 വയസ്സിന് താഴെ കുട്ടികൾ ഉണ്ടായത് ഏകദേശം ക്രിസ്ത്യൻ സമുദായത്തിലെ 8,919 കുട്ടികളാണ്. 25 വയസ്സിന് താഴെയുള്ള അമ്മമാർക്ക് ഉണ്ടായിരിക്കുന്ന കുട്ടികൾ 8,919, അതായത് 29.32% ആണ് ആ മൊത്തം ക്രിസ്ത്യാനികളുടെ ആ കണക്കിനകത്തുള്ളത്. ഇനി 25 വയസ്സിന് മേളിലോട്ടുള്ള അമ്മമാർക്കുണ്ടായ കുട്ടികളുടെ എണ്ണം 21,499 എണ്ണമാണ്. അതായത് ഏകദേശം 70.68% കുട്ടികൾ ഉണ്ടായിരിക്കുന്നത് 25 വയസ്സിന് ശേഷമുള്ള അമ്മമാർക്കാണ്. അതേസമയം മുസ്ലിം സമുദായത്തെ മറ്റൊരു ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിന്റെ ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ 25 വയസ്സിന് താഴെ 59,435 കുട്ടികളാണ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായത്. അതായത് ഏകദേശം 79.64% അവരുടെ കുട്ടികൾ ഉണ്ടായിരിക്കുന്നത് 25 വയസ്സിന് താഴെയുള്ള അമ്മമാർക്കാണ്. ആദ്യത്തെ കുട്ടിയുടെ കണക്കാട്ടോ, ഫസ്റ്റ് കുട്ടിയുടെ കണക്കാണ്, ഫസ്റ്റ് ചൈൽഡ് ബോൺ. ഇനി 25 വയസ്സിന് ശേഷം ഉണ്ടായത് 15,199, അതായത് ഏകദേശം 20.36% കുട്ടികൾ മാത്രമാണ് അവരുടെ സമുദായത്തിൽ ആദ്യത്തെ കുട്ടിയായിട്ട് 25 വയസ്സിന് മേലോട്ടുള്ള അമ്മമാർക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ കണക്കിന്റെ അപകടം എവിടെയാണ് എന്നുള്ളത് ഞാൻ ഒരു കണക്കും കൂടെ കാണിച്ചിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതായത് നോർമൽ ഡെലിവറി റേറ്റും സിസേറിയൻ ഡെലിവറി റേറ്റിന്റെ ഒരു കണക്ക് ഈ റിപ്പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ നോർമൽ ഡെലിവറി റേറ്റിന്റെ കണക്കില് 25 വയസ്സിന് താഴെ ഉണ്ടായ അമ്മമാർക്ക് നോർമൽ ഡെലിവറി റേറ്റ് നിരക്ക് വന്നിരിക്കുന്നത് 40.35%, സിസേറിയൻ നിരക്ക് വന്നിരിക്കുന്നത് 28.94%. അതായത് 25 വയസ്സിന് താഴെ ഉണ്ടായ, അതായത് വയസ്സിന് താഴെയുള്ള അമ്മമാർക്ക് നോർമൽ ഡെലിവറി സാധ്യതയാണ് ഏറ്റവും കൂടുതൽ, 40.35% ഉണ്ട്. അതായത് നടന്നത് കേട്ടോ, 28.94% സിസേറിയൻ നടന്നത്. അതേസമയം 25 വയസ്സിന് ശേഷം നടന്നിരിക്കുന്ന ഡെലിവറിയിൽ നോർമൽ ഡെലിവറി 54.90%, സിസേറിയൻ 41.98%.
അതായത് നമ്മുടെ സമുദായം തന്നെയാണ് ഈ നമ്മുടെ ജനസംഖ്യ ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും അശ്രദ്ധ പുലർത്തുന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ തന്നെ സിസേറിയൻ നിരക്കിലേക്ക് നമ്മുടെ സമുദായത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നോർമൽ ഡെലിവറി റേറ്റ് എന്ന രീതിയിലേക്കുള്ളൊരു സാധ്യത നമ്മുടെ സമുദായം തന്നെ നമ്മുടെ ആളുകളിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് നമ്മുടെ ഏറ്റവും കൂടുതലും കുട്ടികൾ ജനിക്കുന്നത് 25 വയസ്സിന് ശേഷം എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആ 25 വയസ്സിന് ശേഷമാണ് സിസേറിയൻ നിരക്ക് 41.98 ഉയർന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ആൾക്കാരെല്ലാം സിസേറിയൻ എന്ന രീതിയിലേക്ക് തലവെച്ച് കൊടുക്കുകയും ഈ സിസേറിയൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർ ഒന്നും തന്നെ കൂടുതൽ കുട്ടികൾക്ക് ജന്മം കൊടുക്കാണ്ട് മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കാറില്ല. അങ്ങനെ തന്നെ വലിയ രൂപത്തിലേക്കാണ് നമ്മൾ ഈ കുട്ടികളുടെ എണ്ണത്തിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. മാത്രമല്ല മറ്റു ഗൈനിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ 25 വയസ്സിന് ശേഷം കാണുന്നതായിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത് നിലവിൽ നമ്മുടെ സംവരണ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളെല്ലാം നമുക്കുണ്ട് എന്ന് നമുക്കറിയാം. അതേസമയം കഴിഞ്ഞ കാലം വരെ ഈ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ആയിട്ട് ഒരു സമുദായത്തിന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും സംവരണ ആനുകൂല്യം ക്രൈസ്തവർക്ക് നിഷേധിക്കപ്പെടുകയാണ് ചെയ്തെന്നുള്ളത് കൃത്യവും വ്യക്തവുമായിട്ട് ഈ ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. കാര്യം ഓരോ വർഷവും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് 100 കോടി രൂപ വെച്ച് ബഡ്ജറ്റ് വിഹിതം വന്ന സമയത്തും കേരളത്തിലെ ക്രൈസ്തവർക്ക് അത് കിട്ടുന്നില്ലായിരുന്നു എന്നുള്ളത് 80:20% നിരക്കിന്റെ കണക്കിലും മറ്റുമായിട്ട് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വർഷക്കാലം അത്രയും ഈ 100 കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് വരുമ്പം 10% പോലും ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഇത് എത്തുന്നില്ലായിരുന്നു. ക്രൈസ്തവർക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പായിട്ട് ഇത് പ്രവർത്തിക്കുന്നില്ലായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമായതാണ്. മാത്രമല്ല ഇന്ന് നമുക്കറിയാം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൊക്കെയാണെങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ പങ്കാളിത്തം കൃത്യമായിട്ടില്ല, ക്രിസ്ത്യാനി കൃത്യമായിട്ട് ആനുകൂല്യം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ടില്ല. ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഇനി മാത്രമല്ല സംവരണം നമുക്കറിയാം. മാപ്പിള വിഷയമൊക്കെ കഴിഞ്ഞ ദിവസം ദീപിക പത്രത്തിൽ വന്നിരുന്നതാണ്. അതായത് മാപ്പിളയിലെ സുറിയാനി ക്രിസ്ത്യാനികൾ പെടുന്നതാണ്. എന്നാൽ പോലും അവരെയൊന്നും പരിഗണിക്കാതെ ഒരു മതവിഭാഗത്തിന് മാത്രമായിട്ട് കേരളത്തിലെ സംവരണം പോകുന്ന രീതിയിലേക്ക് മാപ്പിള ഓർ മുസ്ലിം എന്ന് മാറി പിന്നീട് മുസ്ലിം ബ്രേക്കിൽ ഓൾ സെക്ഷൻസ് ഫോളോ ഇസ്ലാം എന്ന രീതിയിലേക്ക് അത് മാറ്റപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ദീപിക പത്രത്തിൽ വായിക്കുകയാണ്. അതായത് കൃത്യമായിട്ടും ക്രൈസ്തവ സമൂഹത്തിന് ഈ സംവരണ കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ നിലനിന്നിരുന്നു. ഇന്ന് EW സംവരണം വരുന്നു. അതിനകത്തൊരു ചെറിയൊരു പങ്കാളിത്തം മാത്രമാണ് ക്രൈസ്തവ സമൂഹത്തിന് ഇന്ന് കിട്ടുന്നത്. അപ്പം ഈ ഒരു മേഖലയിൽ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പായിട്ട് ഒരു സമുദായത്തെ വളർത്തേണ്ടതായിട്ട് സർക്കാർ സംവിധാനത്തിൽ വരുന്ന കാര്യങ്ങൾ പോലും ഈ സമുദായത്തിന് നിഷേധിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ കഴിഞ്ഞ കാലം അത്രയും ഇന്നും. അതിനെ കൃത്യവും വ്യക്തവുമായിട്ട് ഒരു മാറ്റം വന്നേ പറ്റൂ. കാരണം പാഴ്സി സിൻഡ്രോം എന്ന് നമ്മളിവിടെ സൂചിപ്പിച്ചപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വാതന്ത്ര്യ സമരത്തെ സമയ കാലഘട്ടങ്ങളെക്കാളും പിന്നീട് പാഴ്സികളുടെ എണ്ണം തീരെ കുറഞ്ഞുപോയി. ആ 1/3 കുറഞ്ഞു പോയതിനെ സർക്കാർ പിടിച്ചുയർത്താനായിട്ട് പാഴ്സികൾക്ക് വേണ്ടി ജിയോ പാഴ്സി എന്ന് പറയുന്ന ഒരു സ്കീം വരെ സർക്കാർ പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. ഇതേപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിനും സ്കീമുകളും മറ്റു കാര്യങ്ങളുമായിട്ടും മാത്രമല്ല ഉള്ള ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് കിട്ടാനുള്ള സംവിധാനം വന്ന് ഈ സമുദായത്തിന് വളർച്ചയ്ക്ക് സഹായകരമാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.